കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ഇന്ന് പകൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മുഴുവനും മഹത്വവും അർപ്പിക്കുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അതൊരാശ്വാസവും വിടുതലും ആകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം അത് വിലപ്പെട്ടതാണ്. ജീവിത മരുഭൂമിയിൽ താളടിയാകാതെ തകർന്നു പോകാതെ ആയുസ്സോടും ആരോഗ്യത്തോടും നമ്മെ നിർത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും പരിപാലനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ കർത്താവ് എനിക്ക് തന്ന ദൈവിക ദൂതിലേക്ക് പ്രവേശിപ്പാൻ ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥനാ മുറിയിൽ വചനധ്യാനത്തിങ്കൽ കർത്താവ് എനിക്ക് തന്ന ചിന്തകൾ ലളിതമായ നിലയിൽ നിങ്ങളോട് സംസാരിപ്പാൻ യേശു കർത്താവ് എനിക്ക് അവസരം നൽകി. അത് ആയിരക്കണക്കിന് ജനത്തിന് ഓരോ ദിവസവും ആശ്വാസവും വിടുതലും ആകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ തരുന്ന പ്രാർത്ഥനയ്ക്ക് വളരെ നന്ദിയുണ്ട്. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിട്ടാൽ തീർച്ചയായും ഞങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനയിൽ നിങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കും. കഴിഞ്ഞ നാളുകളിൽ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾക്ക് മറുപടി കാണാൻ സ്വർഗത്തിലെ ദൈവം കാരണമാക്കി തീർത്തിട്ടുണ്ട്. ഇന്നും യേശു ജീവിക്കുന്നു. ഇന്നും യേശുവിൻ്റെ കരം നമുക്ക് അനുകൂലമാണ്. ഒരു നാളും തകർന്നും ക്ഷീണിച്ചും പോകാതെ ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാക്കുന്ന പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായം 7-ാം വാക്യമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, കരുതുന്ന ഒരു ദൈവം നിങ്ങൾക്കായി യേശു കരുതും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ വേദനയിൽ, ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. മൗനമായി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരുന്നാൽ മതി. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. കണ്ണി കണ്ടതിനെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല വിഷയങ്ങളിലും നമ്മൾ നിരാശപ്പെടാതെ, നമ്മൾ അതിനകത്ത് വ്യാകുലപ്പെടാതെ, നമ്മൾ അവിടെ കരയാതെ കണ്ണുനീരൊഴുക്കാതെ, പകരം ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ മൗനമായി എൻ്റെ കാര്യം എൻ്റെ യേശു പ്രവർത്തിക്കും, എൻ്റെ യേശുവിന് എന്നെ വിടുവിക്കാൻ കഴിയും, എൻ്റെ യേശു എനിക്ക് വേണ്ടി കരുതും. ആരും കരുതിയില്ലെങ്കിലും, അപ്പം കരുതിയില്ലെങ്കിലും, അമ്മ കരുതിയില്ലെങ്കിലും, സഹോദരങ്ങൾ കരുതിയില്ലെങ്കിലും, ഞാൻ അനുഭവിക്കേണ്ട നന്മകൾ, ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ ആ നല്ല ദാനങ്ങൾ അതെനിക്ക് ലഭിച്ചില്ലെങ്കിലും, എനിക്ക് തരേണ്ടവർ അതിനെ പിടിച്ചു വച്ചാലും എനിക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട്. ആ അപ്പൻ എനിക്ക് വേണ്ടി കരുതും. ആ അപ്പൻ ഒരിക്കലും എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എൻ്റെ ആവശ്യങ്ങൾ എന്നും കൂടെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. കരുതാൻ എൻ്റെ ദൈവം മതിയായവനാണ്. യേശു ഇല്ലാത്ത പടകിൽ പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു. രാത്രി മുഴുവനും അവിടെ ഇവിടെയും എല്ലാം വല വീശി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അവസാനം കരയ്ക്കടുത്ത പടകിൽ പത്രോസ് ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പത്രോസിനോട് യേശു കരയിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു, ഞാൻ നിന്റെ പടകിൽ ഒന്ന് കയറിക്കോട്ടെ. യേശുവിൻ്റെ ആ വാക്കിൻ്റെ മുമ്പിൽ പത്രോസിന് വേണമെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യാമായിരുന്നു, തള്ളിക്കളയാമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഒരു വാക്കിൻ്റെ മുമ്പിൽ പത്രോസ് കീഴ്പ്പെട്ടു പോയി. യേശു കർത്താവ് പടകിൽ കയറി ഒരു നല്ല മനോഹരമായ ഒരു പ്രഭാഷണം ആ പടകിൽ ഇരുന്നു കൊണ്ട്, പത്രോസിനുള്ള പടകിൽ ഇരുന്നു കൊണ്ട്
ആ കരയ്ക്കടുത്ത് നിന്ന ജനത്തോട്, പുരുഷാരത്തോട് യേശു സംസാരിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന പത്രോസ്, വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസ് യേശുവിൻ്റെ വാക്ക് കേട്ടു. യേശു പത്രോസിനോട് അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞു, കുഞ്ഞെ, പടകിൻ്റെ വലതുവശത്ത് വല വീശുക. യേശു കർത്താവിനോടുള്ള മറുപടി, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചതാ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിൻ്റെ മുമ്പിൽ ഞാൻ വലയിറക്കാം. കണ്ടോ, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ, ഒരു പൊടിമീൻ പോലും കിട്ടാതെ, നിരാശനായി പടക് കരയ്ക്ക് അടുപ്പിച്ച് കെട്ടിയിട്ട് തൻ്റെ പടകിൽ നിന്നിറങ്ങി തൻ്റെ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയുന്ന തൻ്റെ സൃഷ്ടാവായ കടലിനെയും പത്രോസിനെയും മത്സ്യങ്ങളെയും സൃഷ്ടിച്ച എൻ്റെ യേശു പത്രോസിനോട് പറഞ്ഞ വാക്ക് പത്രോസ് വിശ്വസിച്ചു. പത്രോസ് വാക്കിൻ്റെ മുമ്പിൽ വല വീശി. അവിടെ കാണുന്നു, പെരുത്ത മത്സ്യക്കൂട്ടം വലയ്ക്കകത്ത് കയറി. ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു, വല കീറുമാറ് വല നിറഞ്ഞു. സഹോദര പടകും കൂടെ നിറയ്ക്കത്തക്ക നിലയിൽ തൻ്റെ പടകിനകത്ത് ഭയങ്കര ഒരു ശേഷിപ്പ്, ഒരു നിറവ് സംഭവിച്ചു. ഇന്നലെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശപ്പെട്ട് നിന്ന പത്രോസിൻ്റെ പടകിൽ യേശുവിൻ്റെ ഒരു വാക്കിൻ്റെ മുമ്പിൽ ആ പടക് നിറഞ്ഞ് കവിഞ്ഞെങ്കിൽ, ഇന്ന് രാവിലെ ഈ മെസ്സേജിൻ്റെ ആരംഭഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇങ്ങനെ പറയാം, ഇന്നലകളിൽ അധ്വാനിച്ചിട്ട്, കഷ്ടപ്പെട്ടിട്ട്, ഓടിയിട്ട്, അണച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ഒരു ഉയർച്ച ഉണ്ടാകാൻ കഴിയാതെ, ഒരു നന്മ വെളിപ്പെടുത്താൻ കഴിയാതെ, വെളിപ്പെടാൻ കഴിയാതെ എവിടെയെങ്കിലും ശൂന്യതകൾ അനുഭവിക്കുന്നെങ്കിൽ, എവിടെയെങ്കിലും കഷ്ടതകൾ അനുഭവിക്കുന്നെങ്കിൽ, എവിടെയെങ്കിലും വേദനകൾ അനുഭവിക്കുന്നെങ്കിൽ, മുമ്പോട്ട് പോകുവാൻ കഴിയാതെ, കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർക്കാൻ കഴിയാതെ, ഓരോ ദിവസം കൂടുന്തോറും കടങ്ങൾ വർദ്ധിച്ച് ഒന്ന് വീട്ടാൻ മറ്റൊരിടത്തുനിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടേതെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കാലെ നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് നിനക്ക് വേണ്ടി കരുതും. യേശുവിൻ്റെ വാക്ക് നീ കേട്ടാൽ മതി, യേശു പറയുന്നത് അംഗീകരിച്ചാൽ മതി. പത്രോസ് യേശുവിൻ്റെ വാക്കിനെ പുച്ഛിച്ച് കളഞ്ഞില്ല, പകരം അത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പത്രോസ് പറഞ്ഞു, ഞാൻ നിന്റെ വാക്കിൻ്റെ മുമ്പിൽ വലയിറക്കാം. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി കരുതാൻ പോകുന്നു. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതാൻ പോകുന്നു, നിങ്ങളുടെ ജോലിക്ക് വേണ്ടി കരുതാൻ പോകുന്നു, ആ വീടിൻ്റെ പണിക്ക് വേണ്ടി കരുതാൻ പോകുന്നു. ആ പ്രത്യേകമായ വിഷയത്തിൻ്റെ മേൽ ആർക്കും പരിഹരിക്കാൻ കഴിയാതെ ഒറ്റപ്പെടലുകളും വേദനകളും അനുഭവിക്കുന്ന ആ നൊമ്പരങ്ങളുടെ മേൽ കർത്താവ് കരുതാൻ പോകുന്നു. ഒരുപക്ഷെ കരുതേണ്ടവർ മാറി നിന്നാലും, സഹായിക്കേണ്ടവർ മാറി നിന്ന് പരിഹസിച്ചാലും, നോക്കട്ടെ അവൻ എവിടെ വരെ പോകും എന്ന് പറഞ്ഞ് ഒളിക്കണ്ണിട്ടുകൊണ്ട് നിന്നെ നോക്കി നിന്നാലും, പരിശുദ്ധാത്മ പറയുന്നു, അവരുടെ മുമ്പിൽ നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്നെ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ, നീ നന്നാകില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, നീ ശരിയല്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, നിന്നെ കേൾക്കുമ്പോൾ പുച്ഛിക്കുന്നവരുടെ മുമ്പിൽ, നാലാള് കാണത്തക്ക നിലയിൽ 2026 ദൈവം നിന്നെ മാനിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? അടകം ധരകൾ ഘടകം ഭാരവൽ ക്ഷന്തൽ ഘടക സൈതന. ഇന്ന് പകൽ ഒരു ആത്മാവിൽ ഒരു ദൂത് ഞാൻ ആരോട് പറയുകയാണ്. നിന്റെ കൊച്ചിൻ്റെ മുടങ്ങിക്കിടക്കുന്ന ചില പേപ്പറുകൾ, ആ PR-ന്റെ വിഷയത്തിൽ, ആ RN-ന്റെ വിഷയത്തിൽ, ആമേൻ, ആ OIT വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം കരുതും. നിനക്കു വേണ്ടി ദൈവം ചില വാതിലുകൾ തുറക്കും. ചില ഇന്റർവ്യൂകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഇന്നലകളിൽ അറ്റൻഡ് ചെയ്തതുപോലെ അല്ല, ചില വാതിലുകൾ നിനക്കു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് ആത്മാവിൽ ദൂത് പറയുകയാ. പടകിൻ്റെ വലതുവശത്ത് കരുതി വച്ചിട്ട് വീശാൻ പറഞ്ഞ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ആ അനുഭവം അനുഭവിച്ച പത്രോസിൻ്റെ സഹോദരങ്ങളാണ് നമ്മൾ. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി പറയാ, ഇന്ന് വരെ കാണാത്ത ചില നിറവുകൾ, ഇന്ന് വരെ കാണാത്ത ചില നന്മകൾ, ഇന്ന് വരെ കാണാത്ത ചില ഉയർച്ചകൾ നിങ്ങളുടെ വീടിനകത്ത് സ്വർഗത്തിലെ ദൈവം ചാറൽ മഴ പോലെ പെയ്തിറക്കി. നിങ്ങൾ മാനിക്കപ്പെടും. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ഇനി വട്ടം കറങ്ങുകയില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും നടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ വഴികളിലും കരുതുവാൻ എൻ്റെ യേശു കൂടെയുണ്ട്. ചില വ്യക്തികൾ നിനക്കെതിരാകാം, നിന്നെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. നീ എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചേക്കാം. ഭൂമിക്ക് എന്തിനാ നീ ഭാരമായെന്ന് ചോദിച്ചേക്കാം. എന്തിനാണ് അരിക്ക് ചെലവാകുന്നതെന്ന് ചോദിച്ചേക്കാം. പോയി ചത്തുകൂടെ എന്ന് ചോദിച്ചേക്കാം. ചില നാളുകൾക്ക് മുമ്പ് ആമേൻ ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ആ സഹോദരൻ കണ്ണുനീരോടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റപ്പെട്ടവനാണ്. എൻ്റെ അപ്പം മരിച്ചുപോയി. എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്, എന്നെ പഠിപ്പിച്ചു. എനിക്ക് ഇത്ര ഡിഗ്രി ഉണ്ട്, പക്ഷേ ഒരു ജോലി കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. എന്നാൽ എൻ്റെ വീടിൻ്റെ അകത്ത് എനിക്ക് താഴെ 2 അനിയത്തിമാരുണ്ട്. അവരുടെ വിവാഹം ഒരാടെ കഴിഞ്ഞു, ഒരാടത് നടക്കണം. എന്നാൽ വിവാഹം കഴിഞ്ഞ ആടെ ആമേൻ പേരിൽ കുറെ പൈസ കൊടുക്കാനുണ്ട്. ആ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. അത് നിമിത്തം അവരുടെ ഭവനത്തിൽ ചെന്ന് കയറിയ വീട്ടിൽ ഭർതൃഭവനത്തിൽ ഒത്തിരി നിന്നേൽ കൂടെയാ കടന്നു പോകുന്നത്. അവൾ ഒത്തിരി കരയുമ്പോൾ അമ്മയെ വിളിച്ച് കാര്യം പറയും. അമ്മ എന്നോട് വഴക്കുണ്ടാക്കും. നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? നീ വേണ്ട കാര്യങ്ങൾ നോക്കാൻ. എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് പറ്റത്തില്ല, നീ നിന്റെ സഹോദരങ്ങളെ നോക്കണം എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ അധ്വാനിക്കാമെന്നൊക്കെ നോക്കി, ഞാൻ ഓടാമെന്നൊക്കെ നോക്കി, എനിക്കൊരു ജോലി കിട്ടുന്നില്ല. എനിക്ക് വേണ്ടി ദൈവദാസൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഒരു സഹോദരൻ കണ്ണുനീരോടെ ആമെ കടന്നു വന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കോഴഞ്ചേരിക്കടുത്ത് ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആ സഹോദരൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവ് ദൂത് പറഞ്ഞു, ഇത്ര നാളുകൾക്കുള്ളിൽ നിന്റെ വിഷയത്തിന് പരിഹാരം കിട്ടും, നിന്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും, ആരും നിനക്ക് വേണ്ടി ഇല്ലെങ്കിലും യേശു നിനക്ക് വേണ്ടി ഉണ്ട് കുഞ്ഞെ എന്ന് പറഞ്ഞ് ദൂത് പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി. വിദേശ യാത്രയുടെ വാതിൽ ദൈവം തുറന്നു. ഇന്ന് കുവൈറ്റിൽ ആമൻ അനുഗ്രഹിക്കപ്പെട്ട ജോലിയോടുകൂടെ ആ സഹോദരനായിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആത്മാവി പറയാം, ഏതൊക്കെ വിഷയത്തിൽ ആരൊക്കെ നിന്നെ നോക്കി എന്തൊക്കെ പറഞ്ഞാലും കരുതാൻ ഒരു യേശു ഉണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. യേശു നിനക്ക് വേണ്ടി കരുതാനുള്ളത് കൊണ്ട് നിന്നെ സഹായിക്കാൻ ആമേൻ മറ്റാരുമില്ലെങ്കിലും നീ ഒരിക്കലും നിരാശപ്പെടരുത്. യേശു നിങ്ങൾക്ക് വേണ്ടി കരുതും. അതുകൊണ്ട് 1 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. പത്രോസ് ഇത് വെറുതെ പറഞ്ഞതല്ല, പത്രോസിന്റെ ജീവിതാനുഭവമാണ്. ഈ പത്രോസിന് വേണ്ടി ദൈവം പലവട്ടം കരുതിയിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ആമെ പത്രോസിനെ തേടി ആ തിബരിയാസ് കടലിൽ കടന്നു ചെന്നിട്ട് അവിടെയും യേശു ഉയർപ്പിന് മുമ്പും ഉയർത്തതിന് ശേഷവും പത്രോസിന് വേണ്ടി കരുതിയിട്ടുണ്ട്. ആ കരുതുന്ന പത്രോസിനെ ദൈവത്തിന് ആമേൻ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ആ കരുതുന്ന യേശുവിനെ പത്രോസിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് താൻ ലേഖനം എഴുതിയപ്പോൾ യഹൂദ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതും. ഇന്ന് രാവിലെ ഞാൻ അതേ ദൂത് വിളിച്ച് നിങ്ങളോട് പറയുകയാണ്, യേശു നിങ്ങൾക്കായി കരുതും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സകല ചിന്താകുലവും നാളെ എങ്ങനാകും, എൻ്റെ ഭാവി എന്താകും, എൻ്റെ പെങ്കൊച്ചിൻ്റെ അവസ്ഥ എന്താകും, വിവാഹം എങ്ങനെയാകും, എനിക്കൊരു ജോലി കിട്ടുമോ, എൻ്റെ ഈ കാലിൻ്റെ രോഗം മാറുമോ, ദിവസം തോറും കൂടുന്തോറും കാല് പഴുത്തുകൊണ്ടിരിക്കുന്ന ആ കാലിന് സൗഖ്യം കിട്ടുമോ, ഈ കാല് കുത്തി എനിക്ക് ഇനിയും ജീവിക്കാൻ പറ്റുമോ, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, എൻ്റെ കുടുംബത്തെ നോക്കണം, മറ്റാരുമില്ല, എനിക്കൊരു വിടുതലുണ്ടാകുമോ? ചിന്താകുലങ്ങൾ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ, എങ്ങനെ മുമ്പോട്ട് പോകുന്നൊരു ഭാരം നിങ്ങളെ അലട്ടുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ സകല ചിന്താകുലവും ഡോക്ടറിന്റെ മേലോ വീട്ടുകാരുടെ മേലോ കൂട്ടുകാരുടെ മേലോ ഒന്നും അല്ല ഇടേണ്ടത്. നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിൻ്റെ പക്കൽ ഇടുക, യേശുവിൽ അങ്ങോട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ. കാരണം യേശു പറയുകയാ, ധൈര്യപ്പെടാൻ പറഞ്ഞതിൻ്റെ റീസൺ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയാളിയായ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട, നാളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം വേദപുസ്തകത്തിനകത്ത് വ്യക്തതയോടുകൂടെ അത് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവർക്ക് വേണ്ട ആഹാരം അതത് സമയങ്ങളിൽ കൊടുക്കുന്നു. അത് ദൈവത്തിൻ്റെ കരുതലാണ്.
അതേപോലെ തന്നെ 40 വർഷം ഇസ്രായേൽ മക്കളെ മരുഭൂമി കൂടെ കരുതിയില്ലേ? ഇട്ട വസ്ത്രം മുഷിഞ്ഞില്ലല്ലോ, കാലെ കെട്ടിയ ചെരുപ്പ് തേഞ്ഞില്ലല്ലോ. രാവിലെയും വൈകിട്ടും അഗ്നിസ്തംഭവും മേഘസ്തംഭവും കൊടുത്ത് മരുഭൂമി വരെ സംരക്ഷിച്ചില്ലേ? എയർ കണ്ടീഷനിൽ കൂടെ പോന്നുണക്കല്ലേ മരുഭൂമി കൂടെ ഒരു കടന്നുപോയത്? 40 വർഷം അവർക്ക് മന്ന കൊടുത്തില്ലേ? അവരുടെ മുമ്പിലുള്ള വെള്ളം കയ്പായപ്പോൾ അത് മധുരമാക്കി കൊടുത്തില്ലേ? അവരെ പാമ്പ് കടിച്ചപ്പോൾ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്താൻ മോശയോട് പറഞ്ഞ് ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ പാമ്പ് കടി ഏൽക്കുമ്പോൾ സൗഖ്യമാകുമെന്ന് പറഞ്ഞില്ലേ? നോക്കുക പ്രിയരെ, കരുതിയൊരു ദൈവമുണ്ട്. 1-2 വർഷമല്ല, 40 വർഷങ്ങൾ മരുഭൂമി കരുതി. സ്തോത്രം. അതുകൊണ്ടാണ് യേശു കർത്താവും പറഞ്ഞത്, പറവകൾ പട്ടിണി കിടക്കുന്നില്ല, ബാലസിംഹങ്ങൾ ഇരട്ടാതെ വിശന്നിരിക്കുക, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരില്ല. നിങ്ങൾക്കൊരു കാര്യവും മുടങ്ങത്തില്ല, ഒരു നന്മയും മുടങ്ങത്തില്ല. അല്പം ചിലപ്പോൾ ഡിലേ ആയെന്ന് വന്നേക്കാം, താമസം വന്നെന്ന് വന്നേക്കാം. പക്ഷെ താമസം വന്നതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അസാധുവാകുന്നു എന്നല്ല. ദൈവം അതതിന്റെ പ്രവൃത്തി അതതിന്റെ സമയത്ത് തക്ക സമയത്ത് ചെയ്യും. യേശു കർത്താവിന്റെ കൂടെ നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ പിതാവ് മഹത്വം എടുക്കേണ്ടതിന് പുത്രനെ കൂടെ നിങ്ങൾക്കത് ചെയ്തു തരും. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ തുറക്കപ്പെടും. ഇതാര് പറഞ്ഞതാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതാ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളോട് പറയാം, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് തകർന്നിരിക്കുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ വേദനിക്കരുത്, ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. പറവകൾക്ക് വേണ്ടി കരുതുവാൻ, മൃഗങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, സസ്യങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, മത്സ്യങ്ങൾക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ ദൈവം ശക്തനാണെങ്കിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ നമുക്ക് വേണ്ടി കരുതുവാൻ, അവിടെ യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യത്തിൽ നിത്യജീവനെ കരുതുവാൻ, പാപത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ എൻ്റെ യേശുവിൽ കൂടെ എൻ്റെ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മമണ്ഡലത്തിൽ ഒരു ദൈവിക ദൂത് ഞാൻ വിളിച്ചു പറയാം. യേശുവിൽ കൂടെ ഒരു വിടുതലുണ്ട്, യേശുവിൽ കൂടെ ഒരു നിറവുണ്ട്. പത്രോസിന്റെ പടകിനെ നിറച്ചതുപോലെ 40 വർഷം മരുഭൂമി കൂടെ പോയ ഇസ്രായേലിന് അവരുടെ പൂണിക്കകത്ത് നിറച്ചു കൊടുത്തതുപോലെ, അവർ കൂടാരത്തിന്റെ മുറ്റത്ത് നിന്ന് ഇറച്ചി എത്തിപ്പിടിക്കത്തക്ക നിലയിൽ കാടപ്പക്ഷിയെ പറപ്പിച്ചു കൊടുത്തതുപോലെ, ഇസ്രായേൽ മക്കൾ പോട്ടെ മോശ പോലും അഹരോൻ പോലും കണ്ടിട്ടില്ലാത്ത വാതിൽ കടലിന്റെ അടിത്തട്ടി കിടന്ന് ലിവ്യതാന്റെ തലയെ തകർത്ത് ഇസ്രായേലിനെ പരിപോഷിപ്പിച്ചൊരു ദൈവമുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിരാശപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി കഷ്ടം സഹിക്കുന്നവരാകാം, മാസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും ഈ തിക്താനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാകാം. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ഇന്ന് രാവിലെ ചോദിക്കുമായിരിക്കും, ഇനി എത്ര നാൾ ഞങ്ങൾ ഇത് സഹിക്കണം, ഇനി എത്ര നാൾ ഇത് മുമ്പോട്ട് പോകണം? ഞാൻ ആത്മാവിദൂത് പറയാം, ദൈവം വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി കാര്യം നടത്തും. നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ദൈവസ്ഥാനത്ത് കൂട്ടുപടക്കി കരയണം. തമ്പുരാന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ പേപ്പറിൽ എഴുതി വെക്കൂ. എന്നിട്ട് ഓരോ ദിവസവും അത് മടക്കി കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കൂ. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയത്തിന് ഒരു മറുപടി കർത്താവ് തരും. അതുകൊണ്ട് പത്രോസ് വെറുതെ പറഞ്ഞതല്ല, അനുഭവത്തോടെ പറയുക. പത്രോസിനെ ചോദിക്കുക, പത്രോസെ, നീ ഏത് അധികാരത്തോടു കൂടെയാണ്, ഏത് ഉറപ്പോടുകൂടെയാണ് യഹൂദ ക്രിസ്ത്യാനി ഉറപ്പിച്ചത് യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന്? പത്രോസ് തോരാതെ പറയും, എന്നെ കരുതിയ യേശുവിനെ ഞാൻ പരിചയപ്പെടുത്തിയേ, എന്നെ കരുതിയ യേശുവിനെ ഞാൻ പരിചയപ്പെടുത്തിയേ. ഇന്ന് പകൽ നിന്നെ കരുതുവാൻ എൻ്റെ കർത്താവുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുവാൻ എൻ്റെ കർത്താവുണ്ട്. ഒരിക്കലും നിങ്ങൾ പുറകോട്ട് നോക്കരുത്. ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തന്നെ ശപിക്കരുത്. ജീവിതം മതി എന്ന് വെക്കരുത്. ഇന്ന് പകൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക്. വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതും ഇല്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. നിങ്ങൾ ദൈവസ്ഥന് നിലവിളിക്ക്. എളിയവരായ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മുടെ ദൈവം കല്ലല്ല, മണ്ണല്ല, സിമെന്റ് അല്ല, പ്ലാസ്റ്റോ പാരിസമല്ല, തടിക്കഷ്ണമല്ല, തൂണല്ല, തുരുമ്പല്ല. നമ്മുടെ ദൈവം ജീവനുള്ളവനാണ്, മരണത്തെ ജയിച്ചവനാണ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് കയ്യിലുള്ളവനാണ്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് യോഹന്നാനെ കർത്തൃദിവസത്തിൽ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ പത്മോസിൽ, നിങ്ങളുടെ ഏകാന്തതയിൽ, നിങ്ങളുടെ വേദനയിൽ
കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവാം ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം. ആഴമായൊരു ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചുറപ്പിച്ചതിനായി സ്തോത്രം. കർത്താവടിയുടെ കൊച്ചു ഹൃദയത്തിൽ തന്ന ദൈവിക ദൂത് ഈ ജനത്തിന് ഞാൻ ഇട്ടുകൊടുക്കുകയാ. ഇന്ന് പകൽ ഇവരെ ധൈര്യം പ്രാപിക്കട്ടെ, ഉറപ്പ് പ്രാപിക്കട്ടെ, അവർ ആത്മാവിൽ ബലപ്പെടട്ടെ. കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹം അനുഭവിക്കുവാൻ, വിടുതൽ അനുഭവിക്കുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. പത്രോസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ സകല ചിന്താകുലവും അത് യേശുവിൽ കൊടുക്കുക, മറ്റൊരു മനുഷ്യനിലും കൊടുക്കരുത്. യേശുവിൽ കൊടുക്കുക. യേശു ആ കാര്യം ഭംഗിയായി നിങ്ങൾക്ക് ചെയ്തു തരും. അനുഭവത്തോടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഗ്രേസ് TV ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇതിൽ കൂടെ ആത്മബലം ധരിക്കുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരെയും ധൈര്യപ്പെടുത്തുക. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.